ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ കുറച്ച് മുൻപ് പോയൊരു യാത്രയെ കുറിച്ചിട്ടാണ്. എൻ്റെ അനിയനും അനിയത്തിയാണ് പിക്ചറിൽ കാണുന്നത്. ദെൻ എൻ്റെ മേമടിയും അങ്കിളുടെ ഒപ്പമാണ് ഞങ്ങൾ ട്രിപ്പ് പോയത്. നമ്മൾ പോയത് പുട്ടപർത്തി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത്. ഒരു പ്ലേസിൽ ഇൻ ബിറ്റ്വീൻ ആ വേയിൽ ഒരു പ്ലേസിൽ നിർത്തിയിട്ടാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഒരു 3 hours ഓഫ് ജേർണി ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ ഞാനും വർക്ക് ചെയ്തിരുന്നത് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ അനിയൻ്റെ വീട്ടിലോട്ട് വന്ന് പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയും പോവുകയാണ് ചെയ്തത് കേട്ടോ. നമ്മൾ കാർ ഡ്രൈവിംഗ് ആയിരുന്നു, അവനാണ് ഡ്രൈവ് ചെയ്തത്. പിന്നെ മാമയും ഇടയ്ക്ക് മാറി ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കാളവണ്ടിയൊക്കെ കണ്ടു പോകുന്ന വഴിക്ക്. അത് അത്രയും റൂറൽ ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈ പുട്ടപർത്തി എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശ് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. സത്യസായി ഡിസ്ട്രിക്റ്റ് തന്നെ നമുക്കവിടെ കാണാം. അതൊരു കുഞ്ഞി ജില്ലയാണ്. അവിടെ നമുക്ക് ഇല്ലാത്ത ഒരു സംഭവമില്ല. എയർപോർട്ട്, പിന്നെ ഹെൽത്ത് കെയർ സെൻറ്റർ എല്ലാം ഉണ്ട്. ഓക്കെ, അതൊക്കെ സത്യസായി ബാബ തന്നെ ചെയ്തതാണ്. വളരെ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. ആ പ്ലേസിൻ്റെ പേര് പ്രശാന്തി നിലയം എന്നാണ് ആ ആശ്രമത്തിൻ്റെ പേര്. ആ ജേണിയും നല്ലതായിരുന്നു. നമ്മളിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ നമ്മൾ ഓരോരോ പ്ലേസും കാണുമ്പോൾ ഒക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അങ്ങോട്ട് തിരിയുന്ന, ആ സ്ഥലത്തിലോട്ട് തിരിയുന്ന ഒരു ബോർഡർ ലൈനാണ് കാണുന്നത് കേട്ടോ. വളരെ റൂറൽ ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. എനിക്ക് കുറച്ച് ക്ലിപ്സൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതായത് തിരിച്ചു വരുന്ന വഴിയിലും പോകുന്ന വഴിയിലും നല്ല പ്ലേസ് കാണുമ്പോൾ നമ്മൾ ഇറങ്ങി ഫോട്ടോ ഒക്കെ. ഇത് അവിടേക്ക് പോകുന്ന ആ കവാടാണ് കേട്ടോ. നല്ലൊരു ജേർണി ആയിരുന്നു. വളരെ ഷോർട്ടായിട്ടുള്ളൊരു ട്രിപ്പാണെങ്കിൽ പോലും വി എൻജോയ്ഡ് എ ലോട്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് പ്രശാന്തി നിലയത്തിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ മെഡിറ്റേഷൻ ഹാളിൽ നമ്മൾ കുറച്ച് നേരം ഭജൻസൊക്കെ കേട്ടിട്ട് ഇരിക്കുകയാണ് ചെയ്തത്. നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ആശ്രമത്തിൽ. ഇത് ഇൻ ബിറ്റ്വീനുള്ളൊരു ടെമ്പിൾ പോലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പോകുമ്പോൾ നമ്മൾ ഷാളൊക്കെ ഇടണം. സ്ത്രീകൾ ഷാൾ ഇട്ടിട്ട് തലയിൽ കൂടെ നമ്മൾ തല മറച്ചിട്ട് വേണം ഇരിക്കാൻ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈവനിങ് അവിടുന്ന് ഒരു ടീയും, അവിടെ തന്നെ ഒരു സ്റ്റാളുണ്ട്, ടീ സ്റ്റാളൊക്കെ ഉണ്ട്. അവിടുന്ന് നമ്മൾ ടീ ഒക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. വൈകുന്നേരമായിട്ടാണ് നമ്മൾ തിരിച്ചത്. ഒരു 3 hours ഓഫ് ജേർണിയാണ് ബാംഗ്ലൂരിൽ നിന്ന് പുട്ടപർത്തിയിലോട്ട്. വളരെ എൻജോയബിൾ ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു. വി തറോലി എൻജോയ്ഡ് എ ലോട്ട്. അതിൽ നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമായിരുന്നു കേട്ടോ ഫോണിൽ. വേറെ ഒന്നും നമ്മൾ അന്ന് ചെയ്യാൻ പറ്റിയില്ല, കാരണം ലോങ് ജേർണിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 6 hours ജേർണി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇങ്ങനെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് വെരി എൻജോയബിൾ ട്രിപ്പ്. അതിൻ്റെ മെമ്മറീസ് ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കാണാനൊക്കെ നല്ല രസമല്ലേ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫോണിൽ നിന്നുള്ള ഈ മെമ്മറീസൊക്കെ കോർത്തിണക്കി ഒരു വീഡിയോ ആയിട്ട് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാംഗ്ലൂർ ഇപ്പോൾ താമസിക്കുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്ലേസാണ്. ഒരു ചൈതന്യമുള്ളൊരു സ്ഥലം തന്നെയാണ്. നിങ്ങൾക്ക് ഒരു 1 day ട്രിപ്പിനൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ട്രിപ്പ് മോഡലല്ല, നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ പോകാൻ പറ്റുന്നൊരു ആശ്രമമാണ് അവിടെ. പിന്നെ അവിടെ നിൽക്കാനുള്ള സൗകര്യം, സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അവിടെ റൂംസൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇഫ് യു ആർ പ്ലാനിങ് ടു, യു ക്യാൻ ഗോ ദെയർ ആൻഡ് സ്റ്റേ ഓൾസോ. വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. വളരെ റൂറൽ ആയിട്ടുള്ള ഏരിയയാണ്. നമുക്ക് കർണാടകത്തിൽ നിന്ന് ആന്ധ്രാപ്രദേശിലേക്ക് പോകുന്ന പോലെ ഉണ്ടാവും. എന്നാൽ അത്ര ദൂരമില്ല, കാരണം അത്രയും ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ട ഒരു 3 hours ജേർണിയേ ഉള്ളൂ. ആന്ധ്രയുടെ ബോർഡറിലൊക്കെ ആയിട്ടാണ് ഈ പ്ലേസ് വരുന്നത്. ഇറ്റ് വാസ് വെരി നൈസ് ജേർണി. ഐ എം ജസ്റ്റ് അറ്റാച്ചിങ് സം മോർ ക്ലിപ്സ്. Thank you so much. Stay tuned for my next video and thank you for watching the same. Bye. Take care. Love you all.